ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 91-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 6-ാം ഞായറാഴ്ച. കാണാതെ പോയ ആടിൻ്റെ ഉപമ ലൂക്കാസ് സുവിശേഷൻ അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായി സഭ നമുക്ക് തരുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കാണാതെ പോയ ആടിനെ കുറിച്ച് ലൂക്കാസ് സുവിശേഷൻ പറയുന്നതിൻ്റെ സമാന്തര അവതരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 12 മുതൽ 14 വരെയുള്ള വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. ലൂക്ക കാണാതെ പോയ ആടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വിശുദ്ധ മത്തായി വഴിതെറ്റിപ്പോയ ആടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തിരിച്ചുവരവും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടുകിട്ടലും ഇവിടെ അവതരിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നാം എടുത്തു നോക്കുമ്പോൾ ആദ്യമായി അവതരിപ്പിക്കുന്ന കാര്യം കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ്. തുടർന്ന് വരുന്ന 8 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് കാണാതായ നാണയത്തിൻ്റെ ഉപമ യേശു പറയുന്നു. അതേ തുടർന്ന് വരുന്ന ആ 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ 3 സംഭവങ്ങളിലും പാപിയുടെ മാനസാന്തരം, അല്ലായെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് സുവിശേഷകൻ നമുക്ക് തരുന്നത്. ലൂക്കായുടെ സുവിശേഷം കരുണയുടെ സുവിശേഷം അല്ലെങ്കിൽ പാവങ്ങളുടെ സുവിശേഷം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. കരുണയുടെ സുവിശേഷം എന്ന് പറയുവാൻ കാരണം ദൈവത്തിൻ്റെ അനന്തമായ കരുണ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്താണ്. പാവപ്പെട്ടവൻ്റെ സുവിശേഷം എന്ന് പറയുവാൻ കാരണം എളിയവരുടെ, ചെറിയവരുടെ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്ന ഒരു സമീപനം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നു. കർത്താവായ യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ കാണുവാനായിട്ട് ആട്ടിടയന്മാർക്കാണ് ദൂത് ലഭിച്ചത്. അവരാണ് യേശുവിനെ കാണുവാൻ വരുന്നത്. അതേസമയം മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുവിൻ്റെ ജനനത്തിൽ ജ്ഞാനികളായ രാജാക്കന്മാരാണ് യേശുവിനെ തേടി വരുന്നത്. ഇപ്രകാരമുള്ള സമീപന വ്യത്യാസങ്ങൾ സുവിശേഷകന്മാർ തമ്മിലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നത് കാണാതെ പോയ ആടിൻ്റെ ഉപമയാണല്ലോ. സമാന്തര സുവിശേഷകന്മാര് യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് യേശു അവലംബിക്കുന്ന ഒരു രീതി ഉപമകളിലൂടെ അവിടുന്ന് ദൈവരാജ്യത്തിന് മർമ്മങ്ങൾ പ്രസംഗിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് മനസ്സിലാകത്തക്ക വിധം ഉപമകളിലൂടെ യേശു ദൈവരാജ്യത്തിൻ്റെ വലിയ സന്ദേശം അറിയിക്കുന്നു. ഇപ്രകാരമുള്ള ഈ സന്ദേശം നാം ഇന്ന് കേൾക്കുമ്പോൾ കാണാതെ പോയ ആടിൻ്റെ ഉപമ വളരെ ശ്രദ്ധേയമാണ്. ആട് ഇടയൻ എന്നുള്ള ഒരു പ്രതീകം പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും നാം കാണുന്നുണ്ട്. യഹോവയായ ദൈവം നല്ല ഇടയനാണ് എന്ന് പറയുന്ന 23-ാം സങ്കീർത്തനം നമുക്ക് സുപരിചിതമാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ആടുകളാണ് എന്നുള്ള ചിന്തയോടുകൂടി ദാവീദ് സങ്കീർത്തകൻ പാടുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊന്നിനും കുറവില്ല. പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴും ഈ ആടിൻ്റെയും ഇടയൻ്റെയും പ്രതീകങ്ങൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. യേശുവിനെ കുറിച്ചുള്ള ചിന്ത ക്രൈസ്തവരായ നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കുന്നത് യേശു നല്ല ഇടയനാണ് എന്നുള്ളൊരു ചിന്ത കൂടി
വെച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ തോളിൽ ഒരാടിനെ പേറുന്ന ചിത്രം നമുക്ക് സുപരിചിതമാണ്. നഷ്ടപ്പെട്ടു പോയ ആടിനെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടുപിടിച്ച് അതിനെ തോളിലേറ്റി വരുന്ന നല്ല ഒരു ഇടയൻ്റെ ചിത്രം. യേശു ഇപ്രകാരം ഒരു നല്ല ഇടയനായി നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു ചിന്തിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ 15-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. അതേസമയം ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറയുകയാണ്. ആ സമയത്ത് യഹൂദ കൂട്ടായ്മയിൽ നാം പലപ്പോഴും മനസ്സിലാക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്, പല വ്യക്തികളുണ്ട്, പല ഗണങ്ങളുണ്ട്. 1 ചുങ്കക്കാര്, 2 നിയമജ്ഞര്, 3 ഫരിസേയര്. ചുങ്കക്കാര് എപ്പോഴും പാപികളോടുകൂടി എണ്ണപ്പെടുന്നവരാണ്. ബൈബിളിൽ പല സ്ഥലത്തും ചുങ്കക്കാരും പാപികളും ചേർത്ത് അവതരിപ്പിക്കപ്പെടുന്ന സംജ്ഞകളാണ്. നിയമജ്ഞരും ഫരിസേയരും കർത്താവിൻ്റെ പ്രതിയോഗികളാണ്. യേശുവിനെ കുറ്റം കണ്ടുപിടിക്കുന്നതിന്, യേശുവിനെ വിമർശിക്കുന്നതിന്, യേശുവിന് എതിരാളികളായി നിന്നുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് വരെ അവിടത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് നിയമജ്ഞരും ഫരിസേയരും പരിശ്രമിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങളിലെല്ലാം ഈ നിയമജ്ഞരെയും ഫരിസേയരെയും യേശു കുറ്റപ്പെടുത്തുകയും തിരുത്തുകയും ചെയ്യുന്ന അനേകം വേദഭാഗങ്ങളുണ്ട്. അതേസമയം ചുങ്കക്കാരും പാപികളുമായ മനുഷ്യരോട് കൂടെ ആയിരിക്കുന്ന യേശുവിനെ നാം കാണുന്നു. ചുങ്കക്കാരിൽ പ്രധാനികളായ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് യേശു നയിക്കുന്നു. ഒരു ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു ലേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലേവിയെയാണ് വിളിച്ച് കർത്താവ് തൻ്റെ ശിഷ്യനാക്കി മത്തായിയാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ ചുങ്കക്കാരിൽ പ്രമുഖനായിരുന്ന സക്കേവൂസിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന യേശുവിനെ നാം കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ. ഇപ്രകാരം പാപികളെ തേടിയിറങ്ങുന്ന യേശു പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളുടെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 31-ഉം 32-ഉം തിരുവചനത്തിലാണ് നാം ഇപ്രകാരം വായിക്കുക. ഇതേ ആശയം തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകുക, പാപികൾക്ക് മാനസാന്തരം നൽകുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും തെറ്റിമാറിയവരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ആനയിക്കുക, പിതാവാൻ ദൈവത്തിങ്കിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള സവിശേഷമായ ഒരു ദൗത്യമാണ് യേശുവിന് രക്ഷകൻ എന്ന രീതിയിലുള്ളത്. അവിടുന്ന് പാപികളുടെ മാനസാന്തരം കാത്തിരിക്കുന്ന വ്യക്തിയാണ്. അനുതപിക്കുന്നവരെ സ്വീകരിക്കുന്നവനാണ് ദൈവം. അനുതപിക്കുന്നവരുടെ പിതാവാണ് സ്വർഗസ്ഥനായ പിതാവ്. അനുതാപികളെ സ്വീകരിക്കുന്ന സ്വർഗമാണ് ക്രിസ്തീയ കാഴ്ചപ്പാടിലുള്ള സ്വർഗം. കർത്താവിനെ തള്ളിപ്പറഞ്ഞ അപ്പസ്തോലൻ പത്രോസിന് അവൻ്റെ മാനസാന്തരം, അവൻ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചു കരഞ്ഞപ്പോൾ അവനെ കർത്താവ് സ്വീകരിക്കുന്നുണ്ടല്ലോ. പാപികളുടെ അനുതാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലുതാണ്. മർക്കോസ് സുവിശേഷകന്റെ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ട് കടന്നു വന്നത് ഈ അനുതാപത്തിൻ്റെ സുവിശേഷമാണ്. നിങ്ങൾ അനുതപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇപ്രകാരം വഴിതെറ്റിപ്പോയവര്, കാണാതെ പോയവര് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക, നേരായ വഴിയിലേക്ക് വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്. ഈ ദൈവശാസ്ത്രപരമായ ചിന്തയുടെ പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നാം സമീപിക്കേണ്ടത്. അതായത് കർത്താവായ യേശു തൻ്റെ അടുത്തേക്ക് വരുന്ന ചുങ്കക്കാരെയും പാപികളെയും സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും യേശുവിനെ പിറുപിറുത്തുകൊണ്ട് അവൻ്റെ ചെയ്തികളിൽ അമർഷം കൊള്ളുമ്പോൾ ഇവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണ് എന്ന് മുദ്ര കുത്തുമ്പോൾ യേശു അവരോട് ഒരു ഉപമ പറയുകയാണ്.
ആ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ചിന്ത. ആ ഉപമ ഇപ്രകാരമാണ്: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? ഒരു ചോദ്യം ചോദിക്കുകയാണ് യേശു തന്നെ വിമർശിക്കുന്ന ഫരിസയരോടും നിയമജ്ഞരോടും. നിങ്ങളിൽ ആരാണ് അപ്രകാരം ചെയ്യാത്തത്? മാനുഷികമായ ചിന്തകളുള്ളവർക്ക്, ദൈവികമായ ചിന്തകളുള്ളവർക്ക് മറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യേശു ചെയ്യുന്ന പ്രവൃത്തിയെ യേശു ന്യായീകരിക്കുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാരെ വിളിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. യേശുവിൻ്റെ രക്ഷാകരമായ ദൗത്യമതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ഉപമയെ നാം സമീപിക്കുവാൻ. അതുകൊണ്ട് 100 ആടുള്ള ഒരു ഇടയൻ അതിന് 99 നേരായ വഴിയിലൂടെ നടക്കുമ്പോൾ, തന്നോടുകൂടി ആയിരിക്കുമ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അതിനെ തേടിപ്പോകുന്ന ഒരു ഇടയന്റെ ചിത്രം. മനോഹരമായ ഒരു ഉപമയാണിത്. ആടുകൾ കർത്താവിൻ്റെ ആടുകളാണ്. ആടുകൾ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ പാടില്ല. സാധാരണ രീതിയിൽ പ്രാചീന കാലത്ത് ഇടയന്മാര് ആടുകളുടെ മുമ്പേ നടക്കുന്നവരായിരുന്നു. ഇന്നും വിശുദ്ധ നാടുകളിൽ നാം ചെന്നാൽ ഇടയ ശുശ്രൂഷ നമുക്ക് കാണാൻ പറ്റും. ഇടയൻ മുമ്പിൽ പോകുമ്പോൾ അവന്റെ പിന്നാലെ വരുന്ന ആടുകളുടെ കൂട്ടത്തെ നിരയെ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഇപ്രകാരം ഇടയന്റെ സ്വരം കേട്ട് അവന്റെ പിന്നാലെ പോകുന്ന ആടുകള് ബൈബിളിലെ വലിയൊരു ചിന്തയാണ്. കർത്താവിന്റെ സ്വരം കേട്ട് അവിടത്തെ അനുധാവനം ചെയ്യുന്ന ദൈവവിശ്വാസികളുടെ ഒരു പരിവേഷമാണ്, അല്ലെങ്കിൽ ഒരു നന്ദിയാണ് ഈ ഉപമയിലൂടെ യേശു നൽകുക. അതേസമയം തന്നെ ആടുകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെ. കൂട്ടമായി പോകുന്ന ആടുകളിൽ 2 രീതിയിൽ അവർ നഷ്ടപ്പെടാം. ഒന്ന്, അതിനെ വഴിതെറ്റി മാറാം. അല്പം ക്ഷീണിതരായ ആടുകൾ ആ കൂട്ടം വിടുമ്പോൾ, അവരല്പം മെല്ലെ പോകുമ്പോൾ ആ കൂട്ടം വിട്ടുപോകാനും വഴിതെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത, അതിൽ ശൗര്യമുള്ള അല്ലെങ്കിൽ വളരെ ശക്തരായ ആടുകൾ ബലഹീനരായ ആടുകളെ ഇടിച്ച് അവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പറ്റത്തിൽ ചേർന്ന് നടക്കുവാൻ അവർക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. ഇപ്രകാരം 2 രീതിയിൽ ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും വഴി മാറിപ്പോകുന്ന ആട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആട് ഇടയന്റെ ശ്രദ്ധ പതിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുന്നത്. ഇപ്രകാരം ആ കൂട്ടം വിട്ടു പോകുന്ന ആടിനെ, നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി പോകുന്ന ഇടയനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യേശു ചെയ്യുന്ന ഈ പ്രവൃത്തി നല്ല ഒരു ഇടയൻ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി നടന്ന് അതിനെ കണ്ടുകിട്ടുമ്പോഴും എൻ്റെ കൂടെയുള്ള 99 മരുഭൂമിയിൽ വിട്ടിട്ട് അതിനെ തേടിപ്പോകുന്ന ഇടയന്റെ ഭാവമാണ്. അങ്ങനെ ആ ആടിനെ കണ്ടുകിട്ടിക്കഴിയുമ്പോൾ അവൻ ആടിനെ തോളിലേറ്റുന്നു. ആ തോളിലേറ്റി സന്തോഷത്തോടെ മറ്റ് ആട്ടിൻ്റെ കൂട്ടത്തിലേക്ക് വരുന്നു. അവയെയും ചേർത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൂട്ടി, തൻ്റെ സ്നേഹിതരെ വിളിച്ചുകൂട്ടി തൻ്റെ സന്തോഷം അവരുമായി പങ്കിടുകയാണ്. എൻ്റെ 100 ആടുകളിൽ 99 എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് നഷ്ടപ്പെട്ടു, അതിനെ ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾ വരിക, എന്നോടൊപ്പം സന്തോഷിക്കുക. അവൻ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ ആഹ്ലാദിക്കും. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷത്തിന്റെ ഇതേ അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ നാണയം തേടിപ്പോകുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ ഭവനം മുഴുവൻ വിളക്ക് കത്തിച്ച് പരതി ആ മുറി മുഴുവൻ അടിച്ചുവാരി നാണയം കണ്ടുകിട്ടുമ്പോൾ അത് സന്തോഷിക്കുന്നു. കൂട്ടുകാരെ വിളിച്ചവൾ ആ സന്തോഷം പങ്കിടുന്നു. തുടർന്ന് വരുന്ന ഭാഗത്ത് ഒരു അപ്പൻ്റെ 2 മക്കളില് ഇളയ മകൻ അപ്പനോട് സമ്പാദ്യമെല്ലാം വാങ്ങി അവൻ തെറ്റായ വഴിയിലൂടെ പോയിട്ട് അതെല്ലാം നശിപ്പിച്ച് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് വരുമ്പോൾ അവനെ കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ അവതരിപ്പിക്കുകയാണ്. അവിടെ ഒരു മൂത്തപുത്രനും ധൂർത്തപുത്രനുമുണ്ട്. മൂത്തപുത്രൻ പിതാവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ ഭവനത്തിലെ ജോലികളെല്ലാം ചെയ്തവനാണ്. ധൂർത്തപുത്രനാകട്ടെ ഇതെല്ലാം നശിപ്പിച്ച് ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്നും അകന്നു പോയവരാണ്. പക്ഷെ അവനെ തേടി, അവനെ നോക്കിയിരിക്കുന്ന, അവൻ്റെ നേരെ കണ്ണു നാട്ടിരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. അവൻ വന്നു കഴിയുമ്പോൾ അവനെ വാരി പുണരുന്ന പിതാവിൻ്റെ ചിത്രം. അവനെ വേത്തരം വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. അവൻ്റെ കൈകളിൽ മോതിരം അണിയിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം.
അവന് വേണ്ടി സദ്യ ഒരുക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. ഈ ഉപമകളുമായി ചേർന്നു പോകുന്ന ഒരു ഉപമയാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്ന, നാം ധ്യാനിക്കുന്ന ഇന്നത്തെ വേദഭാഗത്തുള്ള കാണാതെ പോയ ആടുകളുടെ ഉപമ. കാണാതെ പോയ ആടിൻ്റെ ഉപമ. കൂട്ടത്തിൽ നിന്നും ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തോളിലേറ്റി കൊണ്ടുവരുന്ന ഒരനുഭവം. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവൻ എനിക്ക് വിരുന്നൊരുക്കി. അപ്പൊ പ്രാചീന കാലത്ത് ഈ ആടുകൾ നഷ്ടപ്പെട്ടു പോയ ആടിനെ തോളിലേറ്റി വരുന്ന ഇടയൻ അവന് തോളിലേറ്റിരിക്കുന്ന തീറ്റ അവന് കൊടുത്തുകൊണ്ട്, ആ ആടിന് കൊടുത്തുകൊണ്ട്, അവനെ ഇടിച്ച് അവനെ സൈഡ് ചെയ്ത, അവനെ മാറ്റിയ, കൂട്ടത്തിൽ നിന്ന് മാറ്റിയ ആടുകളുടെ മുമ്പിൽ വെച്ച് പ്രത്യേകമായ ഒരു താല്പര്യവും സ്നേഹവും കാണിക്കുന്ന അനുഭവം. അതാണ് പാപിയുടെ മാനസാന്തരത്തിന്റെ അനുഭവം. അവൻ പറയുകയാണ്, എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവൻ എനിക്ക് വിരുന്നൊരുക്കി. ഇതാണ് പഴയ ഉടമ്പടിയിലെ നല്ല ഇടയന്റെ, യഹോവയായ നല്ല ഇടയന്റെ അപദാനങ്ങൾ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനത്തിന്റെ പൊരുൾ. യേശുവും ഇപ്രകാരം നല്ല ഇടയനാണ്. യേശു പറയുന്നുണ്ട് യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനുമാണ്. യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. വഴിതെറ്റിയവർക്ക് രക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വലിയ ക്രിസ്തീയമായ രക്ഷാകരമായ ഈ ദൗത്യത്തെ അവതരിപ്പിക്കുന്ന ഈ സുവിശേഷ ഭാഗം മനോഹരമാണ്. ഇന്നത്തെ ഈ ഒരു ഹ്രസ്വമായ വേദഭാഗത്തു കൂടി കർത്താവിൻ്റെ വചസ്സുകളോട് കൂറുപുലർത്തുന്ന ചുങ്കക്കാരും പാപികളും അതിനെ മറുതലിക്കുന്ന നിയമജ്ഞരും ഫരിസേയരും അവരുടെ മധ്യേ നിന്നുകൊണ്ട് യേശു അവരോട് പറയുന്ന മനോഹരമായ ഉപമയാണ് നാം ഇന്ന് കേട്ടത്. 99 ആടിനെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിപ്പോകുന്ന ഇടയൻ, അതിനെ തോളിലേറ്റി വരുന്ന ഇടയൻ, അതിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്ന ഇടയൻ. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടൊപ്പം സന്തോഷിക്കുവിൻ, നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉപമയുടെ പൊരുളെന്താണെന്ന് യേശു അവസാനത്തെ വാക്കുകളിലൂടെ പറയുകയാണ്. 7-ാം തിരുവചനത്തിൽ പറയുന്നു, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതപിക്കാൻ മനുഷ്യർ കടപ്പെട്ടവരാണ്, കുറ്റമുള്ളവരാണ് നാം ഇവരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളെ, കുറ്റങ്ങള് നാം അതിനെക്കുറിച്ച് അനുതപിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടവരാണ്. നമ്മെ തേടിയിറങ്ങുന്ന ഒരു ഇടയന്റെ മുമ്പിൽ നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ തോളിലേറുവാൻ, അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ തിരിച്ച് ആ ശിഷ്ട കൂട്ടായ്മയിലേക്ക് വരുവാനുള്ള വലിയ ദൗത്യം നമുക്കുണ്ട്. അപ്പോൾ സ്വർഗം നഷ്ടപ്പെട്ട നമുക്ക് സ്വർഗത്തിലേക്കുള്ള വലിയ വാതിലാണ് യേശു. അവിടെ നിന്ന് നമ്മളെ തേടി നമ്മെ അനുതാപത്തിലൂടെ വീണ്ടെടുക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും എന്നാണ്. സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സന്തോഷിക്കുന്നു, ത്രിത്വം സന്തോഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവത്തിന്റെ വാസസ്ഥലമാണ് സ്വർഗം. മാലാഖമാരുടെ വാസസ്ഥലമാണ് സ്വർഗം. അങ്ങനെയുള്ള അവർ സന്തോഷിക്കുമ്പോൾ, ഒരു ഭാവിയുടെ അനുതാപത്തിൽ അപ്രകാരം സന്തോഷിക്കുന്നുവെങ്കിൽ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ, ഈ പാപികളെ തേടിപ്പോകുന്ന, പാപികൾക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്ന, അവരെ സ്വീകരിക്കുന്ന ഈ ശുശ്രൂഷ ധന്യമാണ് എന്ന് യേശു ഇന്നത്തെ ഉപമയിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പേറാം. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയനെ പോലെ ഈ സമൂഹത്തില്, ക്രിസ്തീയ കൂട്ടായ്മയിലെ ഇടയ സമൂഹത്തിന്റെ ദൗത്യം ഈ വലിയ ശുശ്രൂഷയാണ് എന്നുള്ള തിരിച്ചറിവിൽ സഭയായി നമുക്ക് മുന്നേറാം. പാപികളായി നമുക്ക് നല്ല ഇടയനായ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാം. അവിടുത്തെ തോളിൽ നമുക്ക് സമാശ്വാസം കണ്ടെത്താം. അങ്ങനെ സ്വർഗോന്മുഖരായി യേശുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ കടന്നുവരവിൽ സ്വർഗം സന്തോഷിക്കും. നമ്മുടെ കടന്നുവരവിൽ പരിശുദ്ധ ത്രിത്വം സന്തോഷിക്കും. നമ്മുടെ കടന്നുവരവിൽ, തിരിച്ചുവരവിൽ മാലാഖമാർ സന്തോഷിക്കും. ഈ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിന്, ജീവിതത്തിൽ നമ്മൾ മെത്തനോയ്യ ഒരു മാനസാന്തരം നമുക്കുണ്ടാകുന്നതിന്, യേശുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നതിന്, എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്നതിന് ദൈവം നമുക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ യേശുവിനെ നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വചനഭാഗം ആത്മീയ നമ്മുടെ യാത്രയിൽ
നമുക്ക് പ്രചോദനമായി മാറട്ടെ. കർത്താവിൻ്റെ രക്ഷാകരമായ വലിയ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നാം സ്വീകരിക്കപ്പെടും എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. ദൈവം നാം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.